കാവ്യായിട്ട് എത്ര വർഷത്തെ ബന്ധമുണ്ട്? 8ാം ക്ലാസ് മുതലുള്ളതാ. ഓ അടിപൊളി. 8ാം ക്ലാസ് മുതൽ എന്നൊക്കെ പറയുമ്പോ 10-35 കൊല്ലമായിട്ടുണ്ടാവുമല്ലോ അല്ലേ? വളരെ പഴയ സൗഹൃദമാണ്. അങ്ങനെ പ്രായം ഒരു നടിയും വിളിച്ചു പറയരുത് കേട്ടോ. വിളിച്ചു പറയുകയേ ചെയ്യരുത്. നമ്മൾ വെറുതെ അവരുടെ ഇമെയിൽ ഐഡി ചോദിച്ചാൽ മതി. പറയാൻ പറ്റും, പറയാൻ പറയില്ല. Aditi93@gmail.com എന്ന് പറഞ്ഞ് അവർ എഴുതിയിട്ടുണ്ടാവും. ചോറിച്ചിലുണ്ടാക്കുന്ന ഒരു 3-4 ഐറ്റം പറയാൻ പറഞ്ഞാൽ എന്റെ കെട്ടിയോൻ പറയും ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ നിന്റെ നാക്ക്. നമ്മളുടെ ഭാര്യക്ക് തൊട്ട് അടുത്ത പ്രദേശത്തുള്ള അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ആരെങ്കിലും ആയിട്ട് അല്പം നീരസം ഉണ്ടെന്ന് വിചാരിക്കാം. ആ പെണ്ണിനെ കുറിച്ച് ഇവളോട് കുറ്റം പറയുക, അത്രയും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഭാര്യയ്ക്ക് അത്യാവശ്യം ഒരു 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് മേടിച്ചു കൊടുത്തു. എന്നിട്ട് 6 മാസം ഈ ഭാര്യ അവനോട് മിണ്ടിയില്ല. അതായിരുന്നു കോൺട്രാക്ട്. വീണ എണ്ണ വീണ്ടും ബോണ്ട പൊരിച്ചു, താറിൻ കളർ പോലെ എണ്ണ വീണ്ടും തിളച്ചു. Once upon a time, once upon a time, once upon a time, once upon a time. അമൃത ടെലിവിഷന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. And welcome to a very refreshing episode of Once Upon a Time, കലിപ്പണം കാന്താരിയും. നമ്മുടെ എപ്പിസോഡുകളെ എപ്പോഴും കൂടുതൽ അവിസ്മരണീയമാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജഡ്ജസിന്റെ പ്രസൻസ് ആണ്. ലെറ്റ്സ് നൗ വെൽക്കം ദം നമ്മുടെ ചീഫ് ജഡ്ജ് രമേശ് പിഷാരടി. And now let's welcome നമ്മുടെ സ്പെഷ്യൽ സെലിബ്രിറ്റി ജഡ്ജ്. ഒരുപാട് നല്ല ചിത്രങ്ങളിൽ നല്ല നല്ല വിഷയങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇവർക്കും പ്രിയങ്കരിയായി മാറിയ അതിഥി രവി. സ്വാഗതം. താങ്ക് യു. നമസ്കാരം അതിഥി. നമസ്കാരം ചേട്ടാ. അതിഥി, നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് കലിപ്പനും കാന്താരിയാണ്. അറിയാം, ഈ കലിപ്പനും കാന്താരി എന്നുള്ള ഒരു ടേമിൽ തന്നെ ചെറിയൊരു വഴക്കിന്റെ ഒരു രസമുണ്ട്, ഒരു കുറുമ്പുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, അതിഥിയുടെ ഫ്രണ്ട് സർക്കിൾസ് എങ്ങനെയാണ്? കൂടുതലും ഗേൾ ഫ്രണ്ട്സ് ആണോ, ബോയ് ഫ്രണ്ട്സ് ആണോ? ഈ പറഞ്ഞ പോലെ കലിപ്പനായുള്ളവരും കാന്താരികളും അങ്ങനെയൊക്കെ ഉണ്ടോ? ചെറിയ ചെറിയ ഒരു ഫൺ മൊമെന്റ്സ് ഒക്കെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണോ? ആ ഡീറ്റെയിൽസ്. പൊതുവെ ഫ്രണ്ട്സ് കുറച്ച് കുറവുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്റെ അറിവിൽ അങ്ങനെ കലിപ്പനും കാന്താരും അങ്ങനെ ഇല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറച്ച് എത്ര സുഹൃത്തുക്കളുണ്ട് ആത്മാർത്ഥമായിട്ട് നല്ല സുഹൃത്തുക്കള്? ദുഃഖം വന്നാ പറയാൻ പറ്റുന്ന, സന്തോഷം വന്നാ പറയാൻ പറ്റുന്ന. ഒന്ന് എന്റെ ഫ്രണ്ട്, എന്റെ സ്കൂളിൽ പഠിച്ച കാവ്യാണ്. പിന്നെ എന്റെ ബ്രദറാണ്. പിന്നെ എന്റെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടെ ഉണ്ട്, ആ ചേച്ചി. 3 പേരോടാണ് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. എന്റെ എല്ലാം അറിയുന്നത് അവര് 3 കാവ്യായിട്ട് എത്ര വർഷത്തെ ബന്ധമുണ്ട്? 8ാം ക്ലാസ് മുതലുള്ളതാ. ഓ അടിപൊളി. 8ാം ക്ലാസ് മുതൽ എന്നൊക്കെ പറയുമ്പോ 10-35 കൊല്ലമായിട്ടുണ്ടാവുമല്ലോ അല്ലേ? വളരെ പഴയ സൗഹൃദമാണ്. 93 അങ്ങനെ പ്രായം ഒരു നടിയും വിളിച്ചു പറയരുത് കേട്ടോ. വിളിച്ചു പറയുകയേ ചെയ്യരുത്. നമ്മൾ വെറുതെ അവരുടെ ഇമെയിൽ ഐഡി ചോദിച്ചാൽ മതി. പറയാൻ പറ്റും, പറയാൻ പറയില്ല. Aditi93@gmail.com എന്ന് പറഞ്ഞ് അവർ എഴുതിയിട്ടുണ്ടാവും അതിന്റെ അറ്റത്ത്. ഒരുപാട് പെൺകുട്ടികളുടെ പ്രായം അറിയാൻ ജിമെയിലിന്റെ അറ്റത്ത് 2 അക്ഷരം നോക്കിയാൽ മതി. 2 അക്കം നോക്കിയാൽ മതി. ശരി, അതൊരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം. നമുക്ക് കൂടുതലും കേൾക്കാൻ താല്പര്യം, ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കലാമേഖലയിൽ തിക് ഫ്രണ്ട്ഷിപ്പ് അല്ല, ലൈക്ക് അടുത്ത പരിചയമുള്ള, എപ്പോഴും വല്ലപ്പോഴും ഒക്കെ വിളിക്കുക, സംസാരിക്കുകയോ ചെയ്യുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു. അങ്ങനെ ഞാൻ വിളിക്കുന്നത് അനുശ്രീനെയാണ് വിളിക്കുന്നത്. പരിചയമുള്ളത്. അടിപൊളി. സാധാരണ ഇവിടെ യൂഷ്വലി രമേശ് ചേട്ടന്റെ ഏറ്റവും അടുത്ത നല്ലൊരു സൗഹൃദമുള്ള ഗസ്റ്റുകളും കൂടിയൊക്കെയാണ് വരുന്നത്, മനസ്സിലായല്ലേ? ഓക്കെ, നീ പറഞ്ഞു വന്നത് ഇന്ന് ഞാനൊരു സൗഹൃദം ഇല്ലാത്ത ഒരാൾ വന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞു വെച്ചത്. ഞാനും അതിഥി നല്ല സുഹൃത്തുക്കളാണ്. അത് രമേശന്റെ പേരും കൂടെ പറയണമല്ലോ അതിഥി. അങ്ങനെ പറഞ്ഞാ ഞാൻ. ഇല്ല, അതിഥി ഇവിടെ ഞാൻ ഇരിക്കുന്നു എന്ന കാരണം കൊണ്ട് എന്റെ പേര് പറയുന്ന ഒരാളല്ല. ആ ചോദിച്ച സിൻസിയറിറ്റിയുള്ള ബന്ധം ഞങ്ങൾ തമ്മിലില്ല. അത് അനുശ്രീയായിട്ട് തന്നെയാണുള്ള ബന്ധം. അതിഥി എല്ലാ രഹസ്യങ്ങളും അനുശ്രീയോട് പറയും, ഞാൻ അനുശ്രീയോട് ചോദിച്ച് മനസ്സിലാക്കും. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എവിടെയാ റീസെന്റ് ആയിട്ട് എവിടെയാ പോയത്? UK ലായിരുന്നു. UK. ഞാൻ അങ്ങനെ അല്ല, ട്രാവൽ ചെയ്യുന്നത് കുറവാണ് ഞാൻ. പക്ഷെ ഒരു മൂവിയുടെ ഷൂട്ടിന് വേണ്ടി പോയതാ. അതൊക്കെ പോയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തത്. അപ്പൊ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ് ട്രാവൽ. ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ അതിഥിയോട് ചോദിച്ചു എന്താ ഇഷ്ടമുള്ള കളർ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു കളർ ഇല്ല.
എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് ചേട്ടാ. അതെ അതെ അങ്ങനെ നിർബന്ധമില്ല. പിന്നെ എല്ലാരും ചോദിക്കുന്നോണ്ട് ഒരു ഉത്തരവായിട്ടൊരു ഉത്തരം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ചോദിക്കുമ്പോ കൺഫ്യൂഷൻ ആയി പോകും പെട്ടെന്ന്. എന്നാലും പ്രത്യേകിച്ച് ഒരു കളറിനോട് താല്പര്യമില്ല. ഇല്ല, എല്ലാ എല്ലാം കളറും ഓക്കെയാണ്, കളേഴ്സ് എല്ലാം ഓക്കെയാണ്. ഡയാനയ്ക്കോ? എനിക്ക് ഗ്രീൻ ഗ്രീൻ. ഗ്രീൻ ഇഷ്ടമാണ്. പക്ഷെ ഇറ്റ്സ് വെരി റെയർ ടു മീറ്റ് സച്ച് പീപ്പിൾ. കാരണം എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന, എല്ലാമായിട്ട് അഡ്ജസ്റ്റഡ് ആവുന്ന അല്ലെ കൂൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്തായാലും ആ ഒരു കൂൾ പേഴ്സണാലിറ്റി നമ്മുടെ ഷോയുടെ ജഡ്ജായിട്ട് ഇവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. വി ആർ വെരി വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും സീറ്റിലേക്ക് ഇരിക്കാം. വിൽ ഹാവ് ഫൺ. താങ്ക് യു. അതെ, നിർത്തിയേ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേക്ക് ബാഗ് കൂടെ എടുത്തോ. അല്ലെ എന്തിനാ ഇരുത്താൻ പറഞ്ഞേ? അയ്യോ, അത് എന്നെ പിടിച്ചു വിളിച്ചിട്ട് പോലെ. അതെ, ഇവരെ ഈ ഓഡിയൻസിനെ ഉണ്ടല്ലോ, ഞാൻ അറേഞ്ച് ചെയ്ത ഓഡിയൻസ് ആണിത്. അതെ, അതിന് നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ. പൈസ മേടിച്ചിട്ടുണ്ട് ബിഷാരടി. ഈ ഒരു നേതാവിന്റെ പ്രസംഗത്തിന് ഓഡിയൻസ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാരാണ്. അപ്പൊ ഒരു അരമണിക്കൂർ ഷൂട്ടിങ്ങിന് തരാമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയത്. അരമണിക്കൂർ ആയില്ലല്ലോ, AC ഒക്കെ കൊണ്ടുപിടി. തുടങ്ങിയതല്ലേ ഉള്ളൂ. ശരിയാണ്, പക്ഷെ ഈ നേതാവ് നേരത്തെ ഇപ്പൊ വരുമെന്ന് അറിയിച്ചേക്കണ് അരമണിക്കൂർ മുമ്പ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഓഡിയൻസ് ഇല്ല കൈയടിക്കാനായിട്ട്. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ കാര്യം നടക്കുള്ളൂ, അല്ലെങ്കിൽ എന്റെ പണി പോവോ. അതാണ്. എഴുന്നേറ്റേ വേഗം ഒന്നുകൂടി. അയ്യോ, അങ്ങനെ പറയല്ലോ ഡയാന. കാരണേ ഞാൻ എന്റെ പണി പോണ പ്രശ്നമാണ്. ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവരെ വിടും, അത്രേ ഉള്ളൂ. ചേട്ടൻ വെക്കോ? പിഷാരടി, ഞാൻ പറയട്ടെ, മന്ത്രി വരുമ്പോ നമുക്ക് അറേഞ്ച് ചെയ്യാം. അവിടെ എന്തായാലും കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ ഓൾറെഡി. ഇവിടെ ഇവര് പോയാൽ നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യും? അതെ, ആരേ നേതാവാരാ? ഇപ്പൊ ഇലക്ഷന് നിൽക്കുന്ന ആള് അതാരാ? നമുക്കറിയാത്ത ഇലക്ഷൻ നിന്ന ആള്. ഏത് ചിഹ്നത്തിൽ മത്സരിച്ച ആളാ? പുള്ളിയുടെ ചിഹ്നം എന്ന് പറയുന്നത് കാറ്റാണെന്ന്. കാറ്റോ? ആ, പുള്ളി എന്ത് പറഞ്ഞാലും എയറിലാണ്. അത് കാരണം ചിഹ്നമായിട്ട് കാറ്റാണ്. അപ്പൊ കൈയടിക്കാൻ ആള് വേണം, അതാണ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് എപ്പിസോഡ് എടുത്തിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ പറയില്ല, ഈ നേതാവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇല്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ടാണ്. എന്റെ പൊന്നു ബാധിക്കല്ലേ, ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. എന്തോ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. അയ്യോ, കൊച്ചു പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കുറച്ചു നേരം കൊണ്ട് തരാം. അല്ലാണ്ട് നീ പറഞ്ഞൊന്നും അല്ലാട്ടാ, കൊച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കാം. ഇരുന്നിട്ടേ ഇവരെ കൊണ്ടേ പോവുള്ളൂ ഞാൻ, കേട്ടാ. അവിടെ ഇരുന്നോ, നോക്കിയോ, നമ്മുടെ സ്പീഡ് തീർക്കാം. നിങ്ങൾ അവിടെ നോക്കിയോ. ബാദുഷക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവരെ ഇങ്ങനെ കൊണ്ടിരുത്തിയിരിക്കുന്നത് നമ്മുടെ മത്സരാർത്ഥികൾ വരുമ്പോൾ അവർ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ മെയിൻ അജണ്ട. അപ്പൊ എന്തായാലും സമയം വഹിക്കുന്നില്ല, നമ്മുടെ മത്സരം തുടങ്ങിയാണ്. ഹാപ്പി അല്ലേ? സമാധാനമായില്ലേ? എനിക്ക് ഹാപ്പി ഇല്ല, സമാധാനമില്ല. എനിക്ക് ഇവരെ കൊണ്ട് പോയാലേ സമാധാനമാവുള്ളൂ. നിങ്ങൾ വേഗം തുടങ്ങ്. എന്ന് മത്സരിക്കുന്ന കലിപ്പനും കാന്താരിയും അനിൽ പാപ്പ ആൻഡ് ജയശ്രീ. ഇതാരായി വന്നിരിക്കുന്നത്? അനിൽ പാപ്പക്കത്തെ. അതായത് അനിൽ പാപ്പ, നിങ്ങൾക്ക് അറിയില്ല, അനിൽ പാപ്പ ഞങ്ങളുടെ കഴിഞ്ഞ തൊട്ടുമുമ്പ് സീസണിൽ മത്സരിക്കാൻ വന്നു. 7 ലക്ഷം രൂപ ഒന്നാം സമ്മാനമുള്ള ഒരു സീസൺ ആയിരുന്നു. മത്സരാർത്ഥികൾ അവസാനം വരെ പല റൗണ്ടുകൾ പിന്നിട്ട് പോകേണ്ടതായിരുന്നു. അതിൽ എലിമിനേറ്റ് ആയ ഒരാൾക്ക് തിരിച്ചാ കളിയിൽ തുടരാൻ അവസരം കൊടുത്ത ഒരാളാണ് അനിൽ പാപ്പ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനിൽ പാപ്പ തന്നെത്താൻ സ്വമേധയാ പോയി. അനിൽ പാപ്പ പറഞ്ഞു, എനിക്ക് പേഴ്സണലായിട്ട് ചില ആവശ്യങ്ങളുണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അനിൽ പാപ്പ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അതുകൊണ്ട് എണ്ണം കുറഞ്ഞു. ഒരാൾ തുടർന്നു, ആർക്കൊക്കെയോ ഫസ്റ്റ് കിട്ടി. പക്ഷെ അനിൽ പാപ്പ വീണ്ടും വന്നിരിക്കുകയാണ് പൂർവാധിക ശക്തിയായിട്ട്. അനിൽ പാപ്പയുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു സാറേ. വീണ്ടും വരാനായിട്ട് എനിക്ക് അവസരം തന്നതിൽ ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു എല്ലാവരോടും. അന്ന് എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു. അത് തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അന്ന് അവതരിപ്പിച്ച കണ്ടന്റ് എന്ന് പറയുന്ന ഭാര്യയെ കളിയാക്കിക്കൊണ്ടുള്ള കണ്ടന്റ് ആയിരുന്നു. അത് വൈറലാവുകയും ചെയ്തു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനി നിങ്ങളെങ്ങാനും സ്റ്റാൻഡപ്പ് കോമഡി പറയാൻ പോയാൽ ഞാൻ വീട്ടിൽ കയറ്റൂലെന്ന് പറഞ്ഞു. അതുകൊണ്ട് വരായിരുന്നു. അതുകൊണ്ട് അങ്ങ് പോയതാ. അതെ. ഇപ്പുറത്ത് എന്തുണ്ട് വിശേഷങ്ങൾ? അനിലിനെ മാത്രമേ പുകഴ്ത്തുന്നുള്ളോ? എന്നെ പുകഴ്ത്തി പറയുന്നില്ലേ? അതിഥിക്കുട്ടിയുടെ അടുത്ത് എന്നെ പുകഴ്ത്തുന്നില്ലേ? അനിലിനെ പുകഴ്ത്തിയതല്ലല്ലോ, പുള്ളി പോയ കാര്യം പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇന്ന് മത്സരിക്കണ്ട, പോ. അങ്ങനെയാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ പറ്റി പറയാം. റെഡിയാണോ? എപ്പോഴും സാരിയൊക്കെ ഉടുത്ത് ആണ് വരുന്നത്. ഇന്ന് പതിവിലും അല്ല, ആൾക്കെന്തെങ്കിലും ചരിത്രം ഉണ്ടോ അതുപോലെ? ചരിത്രം ഒരുപാടുണ്ട്. ആണോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുമ്പത്തെ സീസണിൽ വൈറൽ കണ്ടന്റ്, വൈറൽ സ്റ്റാർ ഒക്കെ ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസുകളൊക്കെ ആയിരുന്നു. നല്ല പ്രസിഷൻ കിട്ടിയ ആളാണ്. കാണട്ടെ, ഫസ്റ്റ് ടൈം കാണാണ്. ഓൾ ദി ബെസ്റ്റ്.
നിങ്ങൾ ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ പറഞ്ഞു കണ്ട് പരിപാടി തുടങ്ങുന്നേ. നിങ്ങൾ ഈ പരിപാടി തുടങ്ങുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ബാദുഷാ, നിങ്ങൾ എന്റെ ഓൾറെഡി ഒരു പരിപാടി പൊളിച്ച ആളാണ്. ഇപ്പൊ രണ്ടാമത്തെ പരിപാടി കൂടെ പൊളിക്കാൻ വേണ്ടി വന്നിക്കുവാണത്. അതെന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമല്ല അത്. പിന്നെ ആരുടെ കുഴപ്പമാണ് ആ പരിപാടി പൊളിച്ചത്? അല്ല, അങ്ങനെ പരിപാടി പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഡയാന, ഞാൻ പറഞ്ഞുതരാം. ഈ പിഷാരുടെയും കുറെ കൂട്ടുകാരും കൂടി ഒരു ഗൾഫ് പരിപാടിക്ക് ഒരു ഓഡിറ്റോറിയം ഒക്കെ എടുത്ത് റിഹേഴ്സൽ നടത്താം. പിന്നെ റിഹേഴ്സൽ ചെയ്യേണ്ടി പോകാൻ പറ്റുമോ? അങ്ങനെ 2-3 ദിവസം റിഹേഴ്സൽ കഴിഞ്ഞ് കഴിയുമ്പോ അതിന്റെ ഫൈനൽ റിഹേഴ്സലിന്റെ അന്ന് എന്നെ വിളിച്ചിട്ട് പറയാണ്, കുറച്ച് ഓഡിയൻസ് വേണം. ഓഡിയൻസ് ഉണ്ടെങ്കിൽ പരിപാടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്കൊരു ജഡ്ജ്മെന്റ് അറിയണ്ടേ? ഏത് സിനിമ വരെ പ്രിവ്യൂ ഇട്ട് കാണിക്കൂല ആൾക്കാരെ. അതുപോലെ ഞാൻ പറഞ്ഞു കുറച്ച് ഓഡിയൻസിനെ കൊണ്ടുപോകാം, നമ്മുടെ ഷോ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ കോർഡിനേറ്ററായിട്ട് എന്നെ ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിന്ന് കുറെ ആൾക്കാരെ തപ്പി നടന്നിട്ട് കിട്ടിയില്ല. അവസാനം കുറച്ച് ബംഗാളികളെ വിളിച്ചു കൊണ്ടുപോയി ഞാൻ ഇരുത്തിയിട്ട് ഞാൻ ഈ ബംഗാളികളുടെ അടുത്ത് പറഞ്ഞ് എന്നെ നോക്കി ഇരുന്നോളണം, പിഷാരടി എന്തെങ്കിലും കോമഡി കാണിക്കുമ്പോൾ ഞാൻ കണ്ണു കാണിക്കും, അപ്പൊ കൈയടിച്ച് ചിരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ബംഗാളികൾ വന്നിരുന്ന് ഇവൻ സ്റ്റേജിൽ നിന്ന് ഓരോ കോമഡി പറയും, ഞാൻ കൈയടിച്ച് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും, അവർ കൈയടിച്ച് ഭയങ്കര ചിരി. ഇവൻ വിചാരിച്ച് ഇവന്റെ പരിപാടി സൂപ്പർ ഹിറ്റാണ്, അതാണ് ഈ ആൾക്കാർ ഇങ്ങനെ ചിരിക്കണേന്ന് വിചാരിച്ചിട്ട് ഈ പാവം ഇത് കൊണ്ടുപോയി ഗൾഫിൽ കളിച്ചിട്ട് പൊളിഞ്ഞ് നാറി ഒരു കണക്കിനാണ് രക്ഷപ്പെട്ട് പോകുന്നത്. വണ്ടിക്കാശ് തന്നില്ലേ? അതാ പറഞ്ഞത്, ഒന്നോ പൊളിച്ചു, ഇതെങ്ങനെ പൊളിക്കല്ലേ? ഇവര് കുറച്ചേരം വിട്ടിരുന്നോട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം നമ്മുടെ കേശവൻ മാമൻ. നമസ്കാരം. നമസ്കാരം. ആ അമ്മാവനോട് എന്തായിരുന്നാ? അറിയോ നിങ്ങള്? പിന്നെ പിള്ളേരുടെ എല്ലാ ഷോയ്ക്കും കൈയടിക്കാൻ ആളെ കൊടുക്കുന്നത് ഞാനാ. കൈയടിക്കാൻ ആളെ കൊണ്ടിട്ടാണ് പോകുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആൾക്കാരെ കൈയടിക്കാൻ കൊണ്ടുവന്നില്ലെങ്കിലും എനിക്ക് കുറെ ആൾക്കാർ കൈയടിക്കാനുണ്ട് ഇവിടെ എന്റെ പാട്ട് കേട്ടിട്ട്. അത് നീ ഒറ്റയ്ക്കല്ലല്ലോ പരിപാടി, നല്ല ആൾക്കാർ കൂടെ ഇല്ലേ? ആൾക്കാർ കൈയടിക്കും. ഇപ്പൊ തന്നെ കൈയടിക്കുന്നത് എന്റെ ആൾക്കാരാ, മനസ്സിലായോ? എന്റെ പാട്ട് കഴിയുമ്പോ അവര് കൈയടിക്കും. നമുക്ക് എന്നാ PSC ചലഞ്ചിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, മാമൻ പാട്ടുമായിട്ട്. ഞാൻ പാട്ട് പാടുന്നു, അതിലെ ക്വസ്റ്റ്യനുകൾ മോള് ചോദിക്കുന്നു, അതെ, ഉത്തരങ്ങൾ ഇവര് പറയുന്നു. കൂടുതൽ ഉത്തരം പറയുന്ന ആള് ആദ്യം പെർഫോം ചെയ്യുന്നു. ക്ലിയർ അല്ലേ ലളിത? കീടം വീണ എണ്ണ വീണ്ടും ബോണ്ട പൊരിച്ചു, താറിൻ കളറ് പോലെ എണ്ണ വീണ്ടും തിളച്ചു. ഒരു മാസം കഴിയണം എണ്ണ മാറ്റിയൊഴിക്കാൻ, കഴിവതും പഴയ എണ്ണ നിലനിർത്താൻ കടയുടെ ഉടമയ്ക്കൊരു കഴിവാ. കീടം വീണ എണ്ണിൽ വീണ്ടും ബോണ്ട പൊരിച്ചു, താറിൻ കളറ് പോലെ എണ്ണ വീണ്ടും തിളച്ചു. മാസം പലതു കഴിഞ്ഞാലും ചിപ്സുകൾ കേടാകാറില്ല, കീടനടിക്കും വറപൊരികൾ നാട്ടിൽ സുലഭം ആവോളം വിഷമാണെന്നതറിഞ്ഞാൽ പോലും അതു വാങ്ങാനും മലയാളി. കീടം വീണ എണ്ണിൽ വീണ്ടും ബോണ്ട പൊരിച്ചു, ടാറിൻ കളറ് പോലെ എണ്ണ വീണ്ടും തിളച്ചു. സൂപ്പർ പാട്ട്, സൂപ്പർ പാട്ടുകളാണ്. പാട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചു രണ്ടുപേരും. ഇതിന്റെ വരികളിൽ നിന്നായിരിക്കും ചോദ്യം. ഓക്കെ, ശരി. ആദ്യത്തെ എന്റെ ചോദ്യം, ഓക്കെ, ബോണ്ട ഉണ്ടാക്കിയ എണ്ണ വീണ്ടും തിളച്ചത് ഏത് നിറത്തിൽ? ടാറ്. ടാറ്. ടാറിന്റെ കളറിലാണ് എണ്ണ തിളച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു പോയിന്റ് ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ് അനിൽ പാപ്പ, അടിപൊളി. രണ്ടാമത്തെ ചോദ്യം, മാസം എത്ര കഴിഞ്ഞാലും കേടാകാത്തത് എന്ത്? ഈ എണ്ണ വെച്ച് പൊരിച്ചിട്ട് ചിപ്സ്. ചിപ്സ് ശരി, എത്രയാണ്? അടിപൊളി, രണ്ടുപേരും കട്ടക്ക് തന്നെയാണ്. ഈ ഒരു ചോദ്യമായിരിക്കും ഇതിലെ വിജയം തീരുമാനിക്കുന്നത്. എണ്ണ മാറ്റി ഒഴിക്കാൻ എത്ര നാളെടുക്കും? മാസം. ഒരു മാസം. കറക്റ്റ് ഉത്തരം. അപ്പോ 2 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുന്നത് ജയശ്രീ ചേച്ചിയാണ്. ഇന്നത്തെ ഫസ്റ്റ് പെർഫോമർ നമ്മുടെ കാന്താരി ജയശ്രീ. നമസ്കാരം,
ഞാൻ ജയശ്രീ, നീലമനയില്ലം, വാകത്താനം PO, കോട്ടയം. ഗൈസ്, ഇപ്രാവശ്യം ഞാൻ വന്നേക്കുന്നത് ചൊറിച്ചിലും കൊണ്ടാണ്. അയ്യോ പേടിച്ചോടല്ലേ, എൻ്റെ കണ്ടന്റിന്റെ പേരാ ചൊറിച്ചില്. എത്ര വലിയ ഒബാമയാണേലും സ്കാബീസ് വന്നാൽ സമാധാനം സ്വാഹ. അപ്പൊ നിങ്ങൾ ഓർക്കും എന്താ ഈ സ്കാബീസ് എന്ന്? നമ്മുടെ പുഴുക്കടി, അത്ര തന്നെ. ഈ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു 3-4 ഐറ്റം പറയാൻ പറഞ്ഞാൽ എൻ്റെ കെട്ടിയോൻ പറയും ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ നിന്റെ നാക്ക്. എന്നാന്നാ പുള്ളി അങ്ങനെ പറഞ്ഞത്? ഇന്നലെ പുള്ളി എന്നോടൊരു 5-6 ജോലി തുരാന്ന് ഞാനൊട്ട് ചെയ്തുമില്ല. പിക്കപ്പ് ലൈൻ ഇട്ട് ചൊറിയാനും ചെന്നു. ഇങ്ങനായിരുന്നു, നിന്റെ ഹൃദയം കല്ല, കൂടെ ജീവിതം മല്ല, നീ എനിക്കൊരു പുല്ല. പുള്ളി ഒറ്റ മറുപടി, നിനക്ക് തരേണ്ടത് തല്ല. പിന്നെ ഒരു ചൊല്ലുണ്ട്, ഈ കൈവെള്ള ചൊറിഞ്ഞാൽ കൈ നിറയെ പണമെന്ന്. നീ പ്രോഗ്രാം കഴിയുമ്പോൾ അറിയാം നിങ്ങൾ എനിക്ക് പണമാണോ പണിയാണോ തരുന്നേന്ന്. പിന്നെ എന്നാന്ന് അറിയത്തില്ലെന്നേ, ഇവിടെ വന്ന് ഈ കേശവമാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്രഷ്, അല്ല ചൊറിച്ചില്. ആ കഞ്ഞി പാറ്റ ഇട്ടാലോ എന്ന് ഞാനൊരു പാരടിപ്പാട്ട് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. രമേഷ് ബ്രോ പാടട്ടെ? പാട് ബ്രോ. പിന്നെ പെർമിഷൻ ചോദിച്ചിട്ടല്ലേ ആൾക്കാരെ അങ്ങ് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നേ, അതുകൊണ്ട് ഞാൻ അങ്ങ് പാടുവാ. ഒട്ടുപ്രാവിന്റെ കൊമ്പത്തിരിക്കുന്ന കരിങ്കൂരങ്ങിയ മങ്കിപ്പെണ്ണ്, കിട്ടിട്ടും പെട്ടിട്ടും മാന്തി പറിച്ചിട്ടും ഒട്ടുമേ പാഠം പഠിച്ചതില്ല. ഇളിച്ചു കാട്ടിയ ചിമ്പാൻസി ചേട്ടന്റെ ഗ്ലാമർ തീർത്ത വലയിൽ വീണ് മ്യാമ കേശു മ്യാമ മ്യാമ ഞാൻ പാര. അതൊക്കെ പോട്ടെ. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ നെൽസൺ തോമസ് സിൻസ് 1988 ഫോൺ ചെയ്തു. എന്നിട്ട് ഞാൻ നെൽസണോട് പറഞ്ഞു, നെൽസ ഇപ്രാവശ്യത്തെ എൻ്റെ കണ്ടന്റ് ചൊറിച്ചില്ല. നെൽസന് വെള്ള ചൊറിച്ചിലും കൊണ്ട് ഒന്ന് പറയണേ. അപ്പം നെൽസൺ പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചൊറിച്ചിലൊന്നും ഇല്ല, പക്ഷേ 1-2 എപ്പിസോഡുകളിലായിട്ട് ചേച്ചി എൻ്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഇച്ചിരി ചൊറിച്ചിലുണ്ടോന്നൊരു ഡൗട്ട് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നെൽസന്റെ ഭാര്യ കോട്ടയത്ത് വെച്ച് കണ്ടു. ഇനി ഇവക്ക് വല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ സോപ്പ് ഇട്ടങ്ങ് കളഞ്ഞേക്കാമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, ഇടോ എന്നാ നല്ല അമ്മായിയമ്മയത് എനിക്ക് ദൈവം തന്നേക്കുന്നേ, കണ്ടന്റ് ആക്കിയാലൊന്നും ദേഷ്യവും പിണക്കവും ചൊറിച്ചിലും ഒന്നും ഇല്ലല്ലേ. അപ്പൊ അവള് പറഞ്ഞു, അത് ശരിയാ ചേച്ചി, പക്ഷേ ഒരു 3 അമ്മായിമ്മമാരുടെ എഫക്റ്റിൽ ചൊറിഞ്ഞോണ്ട് വരുന്ന ട്രിപ്പിൾ ആക്ഷൻ 500 നെൽസനെ ദൈവം എനിക്കിട്ട് താങ്ങിയേക്കുന്ന പോരെ ചേച്ചി. നമുക്ക് ഈ ചൊറിച്ചിലിനെ കീറി മുറിച്ച പരിപ്പങ്ങ് എടുത്തേക്കാം. ചൊറിച്ചിലിന് പ്രായമനുസരിച്ച് 2 ചിലപ്പേരുണ്ടേ. പ്രായമായവർ ഇതിനെ കടി എന്നും ന്യൂജൻ പിള്ളേർ ഇതിനെ കുരുപൊട്ടൽ എന്നും പറയുന്നു. ഈ ചൊറിച്ചിലിന് 2 മക്കളും ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ പുറത്ത്, തൊലിപ്പുറത്ത് കാണുന്ന ചൊറിച്ചിലിനെ നമുക്ക് അലർജി മോൻ എന്നും, ശരീരത്തിന്റെ അകത്ത് മനസ്സിൽ കാണുന്ന ചൊറിച്ചിലിനെ നമുക്ക് കണ്ണുകടി മോളെന്നും വിളിക്കാം. ഇതൊക്കെ അനസൂയ അല്ല അസൂയ എന്നും പേരുണ്ട്. ചൊറിച്ചിലിന് 2 കാരണം ഉണ്ടെന്നേ. നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ചൊറിച്ചിലാന്ന് ഓർത്തോ എങ്കിൽ മനുഷ്യ ശരീരത്തിലുള്ള സ്റ്റഫിലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന സത്യം പറയട്ടെ, എൻ്റെ അമ്മായി അമ്മയാണ് കോഴി വെട്ടി എറിയും. എന്നിട്ട് പറയാം, നീയൊക്കെ വൃത്തിയായിട്ട് കുളിക്കാഞ്ഞിട്ടാണ് ഈ ചൊറിച്ചിൽ മാന്തിപ്പറിക്കലെന്ന്. ഇനി നമ്മുടെ ശരീരത്തിനകത്ത് മനസ്സിനകത്തുണ്ടാവുന്ന ചൊറിച്ചിലാണെങ്കിലോ അത് നമ്മുടെ കുറ്റമല്ലെന്നേ. ഈ അയലോക്കംകാർക്ക് ഒരു പണിയില്ല, ഇതുങ്ങളങ്ങ് നന്നാവുക. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ എന്നാ ചെയ്യും? ഉടനെ അയലോക്കത്തെ വീട്ടിലോട്ട് എത്തി നോക്കും. അവിടെ കറണ്ട് ഇല്ലേ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. എത്ര നേരം വേണേലും കണ്ണ പാടി തപ്പിത്തടഞ്ഞ് അതുവഴിയൊക്കെ നമ്മൾ നടക്കും. ഇനി അവിടെ കറണ്ട് ഉണ്ടെങ്കിലോ അപ്പോഴാ കളി. ഉടൻ തന്നെ റിപ്പയർ ചെയ്യിക്കാനാണെങ്കിലും ആ വ്യാജേന ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ച് പറഞ്ഞ മൊത്തം ലൈനും അങ്ങ് ഓഫ് ചെയ്യുമ്പം ഒരു പ്രത്യേക സുഖമല്ലേ. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ചൊറിച്ചിൽ നോക്കാം. അതിൻ്റെ അകത്ത് പേങ്കടിയാണെങ്കിൽ ഫിലിം സ്റ്റാർ ആന്നേ. ഓർക്കുന്നുണ്ടോ നമ്മുടെ ചാന്തുപൊട്ട് സിനിമയ്ക്കകത്ത് നമ്മുടെ രാധാകൃഷ്ണൻ അമ്മച്ചിയുടെ തലയെ നോക്കിയിട്ട് പറയത്തില്ലേ, ദേ കിടക്കിടും മത്തങ്ങ പോലത്തൊരു സാധനം, പേരിന്റെ ചാകര. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നേ. ഞാനാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ടൈഡി ഗേൾ ഒക്കെ ആയിരുന്നേ. അധികം പേനൊന്നും പിടിപ്പിച്ചിരുന്നില്ല, ഒരു 500 പേൻ കാണും, അത്രയേ ഉള്ളൂ. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പട്ടാളക്കാരനും അവധിക്ക് വരുമ്പോഴേ പിടിച്ചിരുത്തി അങ്ങ് തല ചെയ്യും. കുറേ പേനെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും അച്ഛന് കലി ഇളകും. ഒരുമാതിരി ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്ന പാക് ചാരന്മാരാന്ന് അച്ഛൻ്റെ വിചാരം. ഈ പേനെയെല്ലാം കൂടെ കാണുമ്പം ഞങ്ങൾ ചീ കൊടുക്കും. ചിലപ്പോ ചോര ചീന്തും. പാക് ചാരന്മാരുടെ അല്ല, എൻ്റെ ചെവിയുടെ പുറമീന്ന് അമ്മാതിരി ചീകല്. പിന്നെ നമുക്ക് ഈ ചൊറിച്ചിൽ എങ്ങനെ ഗ്ലാമറസ് ആക്കാമെന്ന് നോക്കാം. വിശ്വാസം വരുന്നുണ്ടോ? നമുക്ക് ഗ്ലാമറസ് ആക്കാം.
അതായത് ഇപ്പൊ എന്റെയൊക്കെ വല്യമ്മച്ചിയാന്ന് ഓർത്തോ 80 വയസ്സുകാർ വല്യമ്മച്ചി ഇപ്പൊ ഏത് റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ പോട്ടെ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ചോർച്ചിൽ വന്നു ഓർത്തോ പേൻ കടിക്കണം ആദ്യം കുറച്ച് ആ പേന അങ്ങോട്ട് എടുത്ത് ടക്ക് ടക്ക് ടക്കെന്നങ്ങ് കൊല്ലും. അതേസമയം അവിടെ ഇരിക്കുന്ന 18കാർ ഇതുപോലുള്ള കോളേജുകാരനെ കണ്ടുപിടിക്കണം. അവരാണ് എന്നാ ചെയ്യും, പതുക്കെ മുഖത്തോട്ട് വെട്ടിയിട്ടിരിക്കുന്ന കേളിങ്സ് ഒതുക്കുന്ന പോലെ കാണിച്ച് കാണിച്ച് പതിയെ പേനെ പിടിച്ച് ഞെരടി താഴേക്ക് കൂൾ. ഇനി പറയാം, മടിയുള്ള ഒരു കടി പറയട്ടെ, എന്നെ പൊങ്കാല ഇടത്തില്ലെങ്കിൽ പറയാവേ. നമ്മുടെ വയറ്റിൽ വൻകുടലിൽ നിന്നും ചെറുകുടലിലേക്ക് കടന്ന് ഏറ്റവും അറ്റത്തായിട്ട് ചില സൂക്ഷ്മജീവികൾ ഞൊളയ്ക്കുമ്പോഴുണ്ടാവുന്ന അസഹ്യമായ ഒരു പ്രതിഭാസമാണ് ആ ചൊറിച്ചിൽ. ഞാനിത് ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ ഷോപ്പുകാരൻ ഒരു കുപ്പി വിരമരുന്ന് തന്നിട്ട് പറഞ്ഞു, ജയശ്രീ വേഗം പോയി കുടിച്ചോ, അല്ലെങ്കിൽ ആ സൂക്ഷ്മജീവികൾ അവിടെ കിടന്ന് പെറ്റു പെരുകും, പിന്നെ ജയശ്രീയുടെ ഞൊളച്ചിലായിരിക്കത്തില്ല, ബ്രേക്ക് ഡാൻസ് ഞങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന്. ഇനി എൻ്റെ വല്യമ്മച്ചിയാണ് പറയുന്നത് എന്നാന്ന് പറയട്ടെ, എൻ്റെ ഈ കടിയുടെ കാരണേ ജയശ്രീ ഉള്ള പഞ്ചാരയെല്ലാം കൂടെ വാരി വലിച്ചു തന്നേ മലം വരെ പിത്തം പിടിപ്പിച്ചോണ്ടാന്ന്. എത്ര പ്രാവശ്യം വാണിങ്ങി തന്നു, കേക്കണ്ടേ? മലമ പിത്താ പിത്താതെ മലമ പിത്താതെ മലമ പിത്താ പിത്താതെ മലമ പിത്താതെ. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ചൊറിച്ചിലുകളുണ്ട്. നമ്മുടെ ശനി മാറ്റി ശുക്രദശ തെളിയിക്കാൻ പാകത്തിന് പവർഫുള്ളാ. അമ്മാതിരി പവർഫുള്ളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ചൊറിച്ചില്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, എൻ്റെ മധ്യവയസ്കരുടെ മുട്ടുവേദനയുടെ പുളച്ചിലില്ലായിരുന്നു, പുളച്ചിൽ. അതിന് കുറേ കമന്റ് കിട്ടി. പക്ഷേ വെറുതെ ചൊറിയും കുത്തി ഈച്ചയാട്ടി ഇരുന്ന എന്നെ ചൊറിഞ്ഞ് 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 കമന്റ് ഇട്ട് അവരാരാക്കി, വൈറലാക്കി. അതാണ് പറയുന്നത്, ചിലോരുടേത് ശരിയാകും, ചിലോരുടേത് ശരിയാവില്ല. എൻ്റെ ഏതായാലും ശരിയായി, ഞാൻ വൈറലായി. ഇത്രേ പറഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്തന്നെ ചൊറിച്ചിനോട് ഒരു പുഞ്ഞ. അതിൻ്റെ ആവശ്യമില്ല. എന്തോരം പ്രമാദമായ കേസിനാണെന്നറിയോ ചൊറിച്ചിൽ വഴിത്തിരിവായിരിക്കുന്നത്, ആ കേസിന് തീരുമാനമാക്കിയേക്കുന്നത്. ഓർക്കുന്നുണ്ടോ നമ്മുടെ സേതുരാമയ്യർ CBI സിനിമയില്ലേ? അതായത് ഓർത്തേ, ടൺ 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 ടടൻ ടാങ് ടൺ 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 ടടൻ ടാങ്. ഈ ഒരു ബുദ്ധിയും ട്യൂണും മാത്രമല്ല, അതുക്കും മേളെ നമ്മുടെ ചൊറിച്ചിലും കൂടെ വന്നപ്പോൾ ആ കേസിന് തുമ്പുണ്ടായത്. ടൺ 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 ടടൻ ടാങ് ടൺ 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 ടടൻ ടാങ്. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഈ പെണ്ണുപിള്ള ഒരു ആറ്റ സാധനമാണല്ലോ എന്ന്. ശരിയാ, ഞാനും എൻ്റെ കെട്ടിയോനും ഒരു ആറ്റ സാധനങ്ങളൊക്കെ തന്നെയാ. പക്ഷേ പുള്ളി എൻ്റെ മുമ്പിൽ മുട്ടുപടക്ക ഒരൊറ്റ കാര്യത്തിനാ. ഏത് കാര്യമാ? പുറത്തെ കൊതുകിനെ തല്ലിക്കൊന്ന് ചൊറിഞ്ഞു കൊടുക്കാനായിട്ട്. പക്ഷേ ഈയിടെയായിട്ട് പുള്ളി എന്നെ ചൊറിയാൻ വിളിക്കുന്നില്ലെന്നേ. എനിക്കൊരു പകരക്കാരി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ പാത്തിരുന്ന കയ്യോടെ പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കട്ടെ? ഒരു മിനിറ്റേ, ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ടൺ 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 ടടൻ ടാങ് ടൺ 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 ടടൻ ടാങ്. നന്ദി. ജയശ്രീ ചേച്ചി പറ്റി ഫുൾ ഓൺ ഫോമിലായിരുന്നു, അടുക്കി കളഞ്ഞു. താങ്ക് യു. വേണ്ട, അങ്ങനെ വേണ്ടല്ലോ, നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടേ? നന്നായിരുന്നു ചേച്ചി, ഭയങ്കര എനർജറ്റിക്. ഈ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നതിന് കുറച്ച് മതി. ഇത് നമ്മള് വാക്കിംഗ് അല്ല, ലീപ്പിംഗ് ആണ്. നേരെ നമ്മൾ 10, 20, 40, 60 അങ്ങനെ പോലെ അതുപോലത്തെ ഇമ്പ്രൂവ്മെന്റ് ആണ്. അതിഗംഭീരമായിരുന്നു, നല്ല രസമുള്ള പ്രകടനമായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിനകത്ത് എല്ലാത്തരം തമാശകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാവുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു. നല്ല അവതരണമായിരുന്നു. നമുക്ക് ഒരു ചിരിയൊന്നും വരാതെ ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചില ഗോഷ്ഠികളും ചില എക്സ്പ്രഷനുകളും ചില കഥകളും ചില പ്രതികാരങ്ങളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി അങ്ങ് പറയാണ്. ഗംഭീര കലാകാരിയാണ്. നന്നായിരുന്നു, നല്ലതായി, സൂപ്പറായി കേട്ടോ. ശരിക്കും ഒരു വീറും വാശിയൊക്കെ ഫീൽ ചെയ്തു പെർഫോമൻസിൽ. സൂപ്പറായി. നല്ല ഓണായിരുന്നു, ഈ പറഞ്ഞ പോലെ നല്ല ഓണായിട്ട് ചെയ്തത്. പിന്നെ ഫേസിൽ തന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും, നമുക്കിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല രസമുള്ള അവതരണമായിരുന്നു. വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ആണോ? ടീച്ചറോ? കോട്ടയത്ത് റബ്ബർ ബോർഡിൽ വർക്ക് ചെയ്യുക, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണല്ലോ. ഓക്കെ, ഞാൻ വിചാരിച്ചു ടീച്ചറോ അല്ലെങ്കിൽ ഡോക്ടറോ. ഈ ശരീരം അത് ഞങ്ങള് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ വരുന്ന പരിപാടിയാണ്, ഇത് അല്ലാതെ പിള്ളേരിക്കുന്ന പരിപാടിയാ. ആണല്ലേ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചാൽ ആ ചില ശരീരഘടനയും അസുഖങ്ങളൊക്കെ അതൊക്കെ പറയുന്നത് കണ്ടപ്പോ ശരിക്കും ഒരു ടീച്ചർ ഫീലും ഡോക്ടർ ഫീലൊക്കെ തോന്നിയായിരുന്നു എനിക്ക് കണ്ടപ്പോ. നമ്മുടെ ഹാസ്യമായിട്ട് ഒരു ബന്ധവുമില്ല. തടിയുടെ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ അനലിസ്റ്റാ, ടെസ്റ്റിംഗ്. അന്ന് കമന്റ് കിട്ടി കുറെ പേര് പറഞ്ഞ് നമ്മുടെ മുട്ടുവേദനയ്ക്കല്ലേ. അയ്യോ, അത് ഭയങ്കരമായി പോയി എന്റെ പൊന്നെ. ഞാൻ 2 ദിവസം ഡിപ്രഷൻ അടിച്ചു പോയി. അല്ല, ആദ്യം കിട്ടുന്നവന് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഈ സാധാരണക്കാർക്ക് കുറച്ച് കമന്റ് കിട്ടി. അവന് വിളിച്ചല്ലേ ശീലം, മോളിട്ട് നോക്കുന്ന നല്ല ചീത്ത വിളിച്ചാൽ മതിയല്ലോ. പ്രായവും
ബാക്കിയുള്ളവരെ ചൊറിച്ചിലായിരുന്നു. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു 500 ഫ്രണ്ട്സ് അല്ലെ ഒരു 1000 ഫ്രണ്ട്സ് മാക്സിമം. അതെല്ലാം ഫ്രണ്ട്സ് ആണ്. അവർ കുറച്ചൊക്കെ കമന്റ് ഇടും. ഏതെങ്കിലും 2 പേരിൽ നെഗറ്റീവ് കമന്റ് ഇട്ട് അവരെ തേടി പിടിച്ച് ഫോൺ വിളിച്ച് ചീത്ത വിളിക്കാനൊക്കെ ഇവർക്ക് പറ്റും. ഇതങ്ങനല്ല. മാസീവ് അറ്റാക്ക് വരുമ്പം സാധാരണക്കാരനാണ് തളർന്നു പോവും, തകർന്നു പോവും. പക്ഷെ നിങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് പൂർവാധി ശക്തിയായിട്ട് അത് വളമാക്കി തിരിച്ചു വന്നിരിക്കുകയാണ്. ഗംഭീരമായി കേട്ടോ. ചൊറിച്ചിൽ എന്നുള്ള ടോപ്പിക്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ ചൊറിച്ചിലിപ്പോ ഞാൻ വന്നപ്പോലെ ഇപ്പൊ ഞാൻ ചൊറിയാണെന്നുള്ള നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ നോട്ടത്തിന്റെ അർത്ഥം അങ്ങനെയാണ്. ഞാൻ വന്നപ്പോലെ ചൊറിയാണെന്നുള്ള രീതിയിൽ. ഈ ചൊറിച്ചിലിനെ പറ്റി എനിക്കൊരു കഥ പറയാനുണ്ട്. അതായത് ഈ ആലുവ മണപ്പുറത്ത് നടന്ന സംഭവമാണ്. അവിടെ ഒരു അപ്പാപ്പനും അമ്മാമ്മയും കൂടി ഈ പഴം വിൽക്കാൻ പോയി. അപ്പാപ്പൻ പഴം വിൽക്കുന്നു, അമ്മാമ്മ അലുവ വിൽക്കുന്നു. അപ്പൊ ഈ അപ്പാപ്പന്റെ കൈ മുഴുവൻ ചൊറിച്ചില്ല. അപ്പാപ്പൻ എപ്പോഴും ഇങ്ങനെ ഇട്ട് മാന്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പൊ ഈ വന്നമൊക്കെ മേടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഇത് എന്തിട്ട് കാണിക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അമ്മാമ്മയുടെ അലുവയുടെ മുമ്പിൽ അമ്മാമ്മയ്ക്ക് കണ്ണിപ്പികളാണ് നിറച്ച്. ഇപ്പൊ ഈച്ചകൾ വരുമ്പോൾ അമ്മാമ്മ ഇങ്ങനെ ഇരുന്ന് ഈച്ചനെ അടിച്ചോണ്ടിരിക്കുക ഇങ്ങനെ. അപ്പൊ ആൾക്കാർ വന്നിട്ട് പറയും, അയ്യേ വൃത്തികേട്, നമുക്ക് വേണ്ട പോവാന്ന് പറയും. അപ്പൊ അങ്ങനെ ഇവരുടെ കച്ചവടം നടക്കാതായപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയും കൂടി പറഞ്ഞു, നിങ്ങളിങ്ങനെ കിടന്ന് ഈ കൈയിട്ട് മാന്തിയിട്ടാണ് ആരും മേടിക്കാത്തത്. നീ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നിട്ടില്ല ആരും മേടിക്കാതെ. നമുക്ക് അരമണിക്കൂർ ചെയ്യാതിരിക്കാം, അപ്പം കച്ചവടം നടക്കുമെന്ന് അറിയാം. എന്നിട്ട് രണ്ടുപേരും അരമണിക്കൂർ മിണ്ടാതെ ഇരിക്കുക അനങ്ങാതെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ ഇങ്ങനെ കടിക്കാൻ നോക്കും. അപ്പം അമ്മാമ്മ നോക്കും, വേന വലിക്കും. ഇങ്ങനെ അമ്മാമ്മയ്ക്ക് അടിക്കാൻ വരും, അപ്പാപ്പൻ നോക്കും, വേന വലിക്കും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ അപ്പാപ്പന് പിടിച്ചു നിൽക്കാൻ പറ്റണല്ല. അപ്പാപ്പൻ പറയാ, എടിയേ ആലുവ മാർക്കറ്റിൽ ഞാൻ ചെന്നപ്പോഴേ ഈ മുഴുപ്പുള്ള മഴം ഈ മുഴുപ്പുള്ള മഴം. അപ്പൊ അമ്മാമ്മയ്ക്ക് മനസ്സിലായി ഈ നമ്പറാണ്. അതിന് അമ്മാമ്മ ഹായ് ഹായ് ഹായ്. ഇത് വേറൊരു വേർഷൻ ഞാൻ എന്റെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്. ഓർക്കുന്നില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ഓർക്കുന്നില്ല. പിന്നെ ഇത് തന്നെ കേട്ടത് എങ്ങനെയാ പറയുന്നത്? വേറെ എന്തോ കേട്ടതൊന്നും ഞങ്ങളുടെ ഫ്രഷ് കഥയായിട്ട് അടിക്കരുത്. നല്ല കഥയായിരുന്നു, നല്ല കഥയായിരുന്നു. പിന്നെ അന്തർജനം നന്നായിട്ട് കലക്കി, അടിപൊളിയാണ്. ഒരു നേതാവായിട്ട് വരാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട് അല്ലേ? സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ടോ? റബ്ബർ ബോർഡിൽ എന്തെങ്കിലും സാധനങ്ങൾക്ക് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, അവിടെ അങ്ങനെ ഇലക്ഷൻ ഒന്നുമില്ല. എവിടെയെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആളെ തരാട്ടോ. ആൾക്കാരുടെ ഇഷ്ടംമാതിരി നമ്മുടെ കയ്യിൽ. രമേശ് ബ്രോ, ഞാൻ ആദ്യമേ നീലമനയില്ലം വാകത്താനം പിയോ കോട്ടയം എന്ന് പറഞ്ഞില്ലേ, ഇനി അഡ്രസ് അറിയാൻ വരുന്ന പറഞ്ഞ സിനിമയിലോട്ട് വിളിക്കാതിരിക്കരുത്. നമുക്ക് നേരിട്ട് അറിയാലോ, അഡ്രസ് അറിയണ്ടോ? എനിക്ക് ഇപ്പൊ ലാലേട്ടനെ വിളിക്കണമെങ്കിൽ പോലും എനിക്ക് പുള്ളിയുടെ അഡ്രസ് അറിയാൻ പാടില്ല, പക്ഷെ വിളിക്കാൻ പറ്റും കേട്ടോ. അഡ്രസ് അറിയേണ്ട ആവശ്യമില്ല, അത് കത്താക്കിയാണ്. അറിയാൻ മേലെ അഡ്രസ് ഒന്നും ഓർത്ത് വിളിക്കാതിരിക്കരുത്. ഇല്ല. ചേച്ചി അടിപൊളിയായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. എന്താ പറയാനുള്ളത്? ഓക്കെ, താങ്ക് യു. അടുത്തതായി മത്സരിക്കാൻ എത്തുന്നു കലിപ്പൻ അനിൽ പാപ്പ. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ അനിൽ പാപ്പ. ഞാൻ കഴിഞ്ഞ സീസണിൽ ഒരു കോമഡി അവതരിപ്പിച്ചിരുന്നു, സ്റ്റാൻഡപ്പ് കോമഡി. അത് എൻ്റെ ഭാര്യയെ കളിയാക്കിക്കൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 1 മില്യൺ വ്യൂവേഴ്സ്. രണ്ടാമത്തെ ആഴ്ച നോക്കിയപ്പോൾ 2 മില്യൺ വ്യൂവേഴ്സ്. കമൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇരച്ചു കയറുക, 1K 2K 3K 4K. ഇത് എന്ത് അത്ഭുതം! ഞാൻ ഇത്ര വലിയ തമാശയാണോ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടനെ ഇതെന്തായിരിക്കും ആളുകളുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സ് തുറന്നു. ആദ്യത്തെ കമൻറ്റ് വായിച്ചു. നിനക്ക് നാണയില്ലാടാ, സ്വന്തം ഭാര്യനെ കളിയാക്കിക്കൊണ്ടാണോടാ തമാശ പറഞ്ഞ ആളുകളെ കൊണ്ട് കയ്യടി മേടിക്കണേന്ന്. രണ്ടാമത്തെ കമൻറ്റ് വായിച്ചു, നിന്റെ ഭാര്യ നിന്നെ എങ്ങനെ സഹിക്കണടാന്ന്. മൂന്നാമത്തെ കമൻറ്റ് വായിച്ചു, നീ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്കല്ലേ ചെല്ലണേ, അവള് നിന്നെ കെട്ടുചൂലിനടിക്കൂടാന്ന്. അതിലുണ്ടായിരുന്ന 4K കമൻറ്റ് മുഴുവനും ഞാൻ വായിച്ചു. എൻ്റെ ഫേക്ക് ഐഡിയിൽ നിന്ന് ഞാൻ അയച്ച 4 കമൻറ്റ് അല്ലാതെ ഒരു കമൻറ്റ് പോലും പോസിറ്റീവ് ഉണ്ടായില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഭാര്യയോട് എന്നേക്കാൾ സ്നേഹം നാട്ടുകാർക്കന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയുടെ കുറ്റം പറയാനല്ല വന്നത്, അവളെ സന്തോഷിപ്പിക്കുന്ന ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. രമേഷ് സാറേ, നമ്മൾ ഭാര്യനെ സന്തോഷിപ്പിക്കാനായിട്ട് സാധാരണഗതിയിൽ എന്താ ചെയ്യണേ? രമേഷ് സാറിൻ്റെ ഒരു കാര്യം പറയാമോ? ഞാൻ ആ പ്രദേശത്തേക്ക് പോകാതിരിക്കും. കൊള്ളാം. ബാദുഷിക്കാണെങ്കിൽ എങ്ങനെയാണ് ഭാര്യനെ സന്തോഷിപ്പിക്കുന്നത്? ഞാൻ 1 തലാക്ക് 2 തലാക്ക് 3 തലാക്ക് എന്ന് പറയും. അടിപൊളി. അപ്പം ഞാൻ അങ്ങനെയല്ല. നമ്മൾ സാധാരണ ഭാര്യമാരെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നല്ലൊരു ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ സിനിമയ്ക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ട്രിപ്പ് പോകാം, അല്ലേ? പക്ഷെ ഇതൊക്കെ പൈസ ചിലവുള്ള കാര്യമല്ലേ?
ഞാൻ ആലോചിച്ചു 10 പൈസ ചെലവില്ലാതെ എങ്ങനെ ഭാര്യയെ സന്തോഷിപ്പിക്കാം. ഞാനിത് പരീക്ഷിച്ച് വിജയിച്ചതാട്ടോ. നിങ്ങൾക്ക് ആ കല്യാണം കഴിച്ച ആണുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ, 100% സക്സസ്സാ. വേറെ ആരോടും പറയണ്ട കേട്ടോ. അതായത് നമ്മളുടെ ഭാര്യയ്ക്ക് തൊട്ട് അടുത്ത പ്രദേശത്തുള്ള അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ആരെങ്കിലും ആയിട്ട് അല്പം നീരസം ഉണ്ടെന്ന് വിചാരിക്കാം. ആ പെണ്ണിനെ കുറിച്ച് ഇവളോട് കുറ്റം പറയുക. അത്രോ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഞാൻ അവളോട് പറഞ്ഞു, എടി വടക്കയിലെ നമ്മളെ പാറുക്കുട്ടി അമ്മയുടെ മകള് ആ മരുമകളി ലക്ഷ്മി ഇല്ലേ, നീ ഇപ്പോൾ അവളെ ശ്രദ്ധിക്കാറുണ്ടോ? അവളുടെ നടപ്പും ഭാവം കണ്ട് അവള് ഭൂലോക സുന്ദരിയാന്ന് അവളുടെ വിചാരം. ഒരു മേക്കപ്പ് ഇല്ലാത്ത നിന്റെ പകുതി സൗന്ദര്യം അവക്കുണ്ടോ? രമേഷ് ചേട്ടാ സംഗതി ക്ലിക്കായി. അവളപ്പോ എന്നോട് ചോദിക്കുക, ചേട്ടന് ഇത് ഇപ്പോഴാണോ മനസ്സിലാക്കിയെന്ന്. ആ പെണ്ണുമ്പുള്ള എല്ലാ സമയവും ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാൻ അവൾക്ക് നേരെ ഇല്ലെന്ന്. മാത്രമല്ല അവള് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. എന്നിട്ട് അവള് പറയാ, അവക്കേ പാചകം ചെയ്യാനൊന്നും അറിയില്ല ചേട്ടാ, എല്ലാം ഓൺലൈൻ വഴി ഓർഡർ ചെയ്താ വീട്ടിൽ വരുത്തണേന്ന്. ചേട്ടാ 1.5 മണിക്കൂർ എന്റെ പോയി ഞാൻ അവളുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കേണ്ടി വരുന്നു. ആ ലക്ഷ്മിയുടെ കുറ്റം മുഴുവൻ അവള് പറഞ്ഞു തീരണ കേൾക്കാൻ. ഇത് എങ്ങനെ ഇവിടുന്ന് കണ്ടുപിടിച്ചെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഭാര്യയ്ക്ക് സന്തോഷമായെങ്കിൽ ആ സന്തോഷമായ കുടുംബത്തെ കുറിച്ച് ഞാൻ 2 കാര്യം പറയാം. പാറുക്കുട്ടി അമ്മയ്ക്ക് 2 മക്കളാ, ഒരു മകളും ഒരു മകനും. ഈ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് മുളന്തുരുത്തിലാ. മകനാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുക. ഈ മകന് 35 വയസ്സായെങ്കിലും ഇന്നേ വരെ പെണ്ണ് കെട്ടിയിട്ടില്ല. ഈ പെണ്ണ് കെട്ടാത്തതിന് കാരണമുണ്ട്. ഈ പാറുക്കുട്ടി അമ്മയ്ക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതായത് മരുമകള് സുന്ദരിയായിരിക്കണം. 2ാമത്തെ കാര്യം, നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയണം. പിന്നെ ജാതകത്തിൽ 10ൽ 10 പൊരുത്തം വേണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടാണ് കല്യാണം വൈകിയത്. ഇതൊക്കെയാണെങ്കിലും ഈ പുള്ളിക്കാരത്തിക്ക് ഒരു ഭർത്താവുണ്ട്, രാമൻ. ഈ രാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാമൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരും അറിയില്ല. പക്ഷെ പുള്ളിക്കൊരു ഇരട്ടപ്പേരുണ്ട്, മറവി രാമൻ. ഈ മറവി രാമൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെല്ലാവരും അറിയും. പുള്ളിക്ക് പാറമടയിൽ പാറ പൊട്ടിക്കണ പണിയാ. അപ്പൊ രാവിലെ പണിക്ക് പോകുമ്പോൾ പാറക്കുട്ടി അമ്മ ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കും. വൈകുന്നേരം പുള്ളി തിരിച്ചു വരുമ്പോൾ ഈ കറി തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഇതെന്താ കറി കൂട്ടാഞ്ഞെന്ന് ചോദിച്ചാൽ മറന്നുപോയി എന്ന് പറയും. പുള്ളി ഇറങ്ങണ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങൂല, 2 ബസ് സ്റ്റോപ്പ് അപ്പുറം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു വരും. അതും ഇറങ്ങാൻ പുള്ളി മറന്നു പോകും. ഈ മറവിയാണ് പുള്ളി മരിച്ചു പോകാനുള്ള പ്രധാന കാരണം. പുള്ളി മരിച്ചിട്ട് ഇപ്പൊ 10-15 വർഷമായി. പുള്ളി ഒരു തവണ ഈ പാറമടയിൽ പോയി ഈ തമിഴടിച്ച് അതിൽ മരുന്നും തിരിയൊക്കെ നിറച്ചിട്ട് തിരി കൊടുത്തതിന് മുമ്പ് എല്ലാവരോടും ഓടി മാറാൻ പറഞ്ഞു. പുള്ളി ഓടാൻ മറന്നുപോയി. അങ്ങനെ പുള്ളി പടമായി. ആ പടം ഫ്രെയിം ചെയ്ത് വീടിന്റെ ഉമ്മറത്ത് തൂക്കി പാറുക്കുട്ടിയമ്മ എന്നും സന്ധ്യയ്ക്ക് രാമ 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 ചൊല്ലും. ഭഗവാനെ മാത്രമല്ല സ്വന്തം ഭർത്താവ് രാമനെ മറക്കാതിരിക്കാനും കൂടിയാ. അങ്ങനെ പാറുക്കുട്ടിയമ്മ ഉദ്ദേശമാതിരി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ മകന് ആലോചന വന്നു, കല്യാണം നടന്നു. 2ാം വിരുന്നും കഴിഞ്ഞ് മരുമകളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്ന പലഹാരം കണ്ട് പാറുക്കുട്ടിയമ്മ ഞെട്ടി. കാരണം ഈ പാറുക്കുട്ടിയമ്മയ്ക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്, കടിച്ചു പൊട്ടിക്കുന്ന പലഹാരങ്ങളോട് ഭയങ്കര ക്രൈസാ. അപ്പൊ നിങ്ങൾക്ക് തോന്നും പാറുക്കുട്ടിയമ്മയുടെ വായി നിറച്ച് പല്ലാന്ന്. 10-75 വയസ്സായെങ്കിലും പാറുക്കുട്ടിയമ്മയ്ക്ക് മുമ്പിലത്തെ നിരയിൽ മേളിലും താഴെയായിട്ട് 2 പല്ലാ ഉള്ളത്. അത് വെച്ചാണ് ഈ കസർത്ത്. അപ്പൊ അവിടുന്ന് കൊണ്ടുവന്ന ഈ അച്ചപ്പം, എള്ളുണ്ട, നുറുക്ക്, മിക്സറ്, അരിയുണ്ട, ഇതൊക്കെ കണ്ട് പാറുക്കുട്ടിയമ്മ ഹാപ്പി. അപ്പൊ പാറുക്കുട്ടിയമ്മയ്ക്ക് വേറൊരു നല്ല സ്വഭാവം ഉണ്ട് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആളുകൾ കൊണ്ടുവരുമോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുകയോ ചെയ്യുവാണെങ്കിൽ അടുത്തുള്ള ബന്ധുക്കൾക്കും അയൽവാസികൾക്കും മകളുടെ വീട്ടിലൊക്കെ കൊണ്ട് കൊടുക്കണം. വേറെ ഒന്നിനുമല്ല, മരുമകളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 4 പേർ അറിയണം. അതിനു വേണ്ടിയിട്ടാ. അപ്പൊ അങ്ങനെ മകൻ ഇതെല്ലാം വീടുകളിൽ കൊണ്ട് കൊടുത്തു. ബാക്കി ഉണ്ടായിരുന്ന ഒരു ടിന്നിലിട്ട് അടച്ച അടുക്കള വെച്ചു. പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ നിന്ന് അമ്മയുടെ നൊലോളി കേട്ട് മകനും മരുമകളും കൂടി ഓടിച്ചെല്ലുമ്പോൾ പാറുക്കുട്ടിയമ്മ വായിന്ന് ചോരയൊലിപ്പിച്ച് അടുക്കളയിൽ നിൽക്കുക. കടിച്ചാ പൊട്ടാട്ട ഒരു അരിയുണ്ട് എടുത്ത് കടിച്ച് ആ ശേഷിച്ച 4 പല്ലിൽ 3 എണ്ണം താഴെ വീണ് 1 എണ്ണം ഇളകി ആടിക്കൊണ്ട് നിൽക്കുക. ഉടനെ തന്നെ ഓട്ടോ വിളിച്ച് ഒരു ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ ബാക്കി ഉണ്ടായിരുന്ന പല്ലും കൂടി എടുത്തു. പാറുക്കുട്ടിയമ്മ നൊലോളിയോട് നൊലോളി. പല്ലുപോയതിനല്ല, വീട്ടിലിരിക്കുന്ന പലഹാരം ഞാൻ എങ്ങനെ തിന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട പാറുക്കുട്ടിയമ്മേ, നമുക്കൊരു സെറ്റ് പല്ല് വെക്കാന്ന് പറഞ്ഞു. മകനാണെങ്കിൽ കണ്ണു തള്ളി നിൽക്കുക. കല്യാണം കഴിഞ്ഞ് ഉടനെ ഭാര്യയുടെ കയ്യിലും കഴുത്തേലും കാതയിലൊക്കെ നോക്കി അവൾക്ക് കാര്യം പിടികിട്ടി. അവള് വേഗം കയ്യെ കിടന്ന് 2 വള ഊരി കൊടുത്തു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം നിന്നാണല്ലോ പല്ല് പോയെന്നും പറഞ്ഞ് ഒരു കുടുംബകലഹം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ പാറുക്കുട്ടിയമ്മയ്ക്ക് നല്ലൊരു സെറ്റ് പല്ലൊക്കെ വെച്ചു. പാറുക്കുട്ടിയമ്മ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, എടേ എനിക്ക് സെറ്റ് പല്ല് വെച്ചു, ഡോക്ടർ പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും കടിച്ചു പൊട്ടിച്ചു നോളാൻ. അപ്പൊ അവള് പറയുക, എന്നാ ചേട്ടനോട് വേഗം സ്കൂട്ടർ എടുത്ത് ഇങ്ങ വരാൻ പറ, ഇവിടെ ഒരു ഏത്തക്കൊല മൂത്ത് കിടപ്പുണ്ടെന്ന്. അവൻ സ്കൂട്ടർ എടുത്ത് നേരെ അവിടെ ചെന്ന് ഏത്തക്കൊല വണ്ടിയെ കയറ്റിയപ്പോ പെങ്ങള് പറയാ, ചേട്ടാ ആ കാണുന്ന വരിക്കപ്പായവിന്റെ തലക്കെ കിടക്കണ ആ ചക്ക മൂത്തതാ ചേട്ടൻ കയറി അതും കിട്ടോളെ. അങ്ങനെ അതും കയറിയിട്ട് ഇത് 2 വീട്ടിൽ വന്ന് ഏത്തക്ക വറക്കാൻ തുടങ്ങിയപ്പോൾ പാറുക്കുട്ടിയമ്മ പറയാ, എടാ പകുതി വറുത്താൽ മതി, പകുതി നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം, അതാകുമ്പോൾ കടിച്ചു പൊട്ടിക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ശർക്കര വരട്ടി ഉണ്ടാക്കി കായും വറുത്തു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചക്ക വെളുത്തുപോയി. പിന്നെ അത് വറക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പാറുക്കുട്ടിയമ്മ പറയാ, എടാ നമുക്കത് കൊണ്ട് അടയുണ്ടാക്കാന്ന്.
അങ്ങനെ അടയുണ്ടാക്കാനുള്ള എല്ലാ ശർക്കരയും അരിയൊക്കെ മിക്സ് ചെയ്തു തേങ്ങ ചിരവിക്കൊണ്ടിരുന്നപ്പോ ഈ ചിരവനാക്ക് പിടിപ്പിച്ച സ്ക്രൂ ഇളകിപ്പോയി. അപ്പൊ ആശാരിനെ വിളിക്കാൻ നേരെയില്ലല്ലോ. ഉടനെ തന്നെ മകൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തു. അടയൊക്കെ ഉണ്ടാക്കി. പാർക്കുട്ടിയമ്മയുടെ സ്വഭാവം അറിയാലോ, എല്ലാ വീടുകളിലും കൊണ്ട കൊടുത്തു. മകൻ തിരിച്ചു വന്നപ്പോ ഭാര്യ ഗേറ്റിങ്ങേ നിൽക്കുക. ചേട്ടാ, അട കൊണ്ട കൊടുത്ത വീട്ടിലൊക്കെ ഒന്നും കൂടി പോണോന്ന്, ചിരവനാക്കിന്റെ സ്ക്രൂ കാണാനില്ല. ആകെ ടെൻഷനായി. ആരെങ്കിലും വായി കുത്തിക്കയറോ വയറ്റി പോവോ ചെയ്താൽ പണിയായി. അവൻ അവിടെ നിന്ന് ഓടി പാഞ്ഞ് എല്ലാ വീട്ടിലും ചെന്നു. ഭാഗ്യത്തിന് എല്ലാവരും അട തിന്ന്, ആർക്കും സ്ക്രൂ കിട്ടിയില്ല. ഇനി വീട്ടിലുള്ള അടയെ നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ അവൻ ഹാപ്പിയായി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീടിന്റെ പ്രദേശം മുഴുവൻ പരിസരവാസികള് ഓൺലൈൻ ചാനലുകാരിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. ഓടി അവൻ അകത്തി ചെന്നപ്പോൾ മേശപ്പുറത്ത് ചിരവനാക്കിന്റെ സ്ക്രൂ 2 കഷ്ണം, അമ്മയുടെ പല്ല് 4 കഷ്ണം. അമ്മ അവിടെ ഒരു കസേര ചാരിയിരിക്കുന്നു. ഓൺലൈൻ ചാനലുകാരൻ അമ്മോട് ചോദിക്കുക, എന്നാലും പാർക്കുട്ടിയമ്മേ, മരുമകൾക്ക് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടാകാനുള്ള കാര്യം എന്താ? എന്റെ പൊന്നുമോനെ, അവക്കടെ വളയൂരിയെന്ന് എനിക്ക് തന്നപ്പോ അന്ന് മുതൽ അവള് വളവളാന്ന് സംസാരിക്കാൻ തുടങ്ങിയതാ. അവൾ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യും. അന്ന് തുടങ്ങിയ കലഹം ഞാൻ ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കാൻ പോരുന്നവരെ തീർന്നിട്ടില്ല. ഇനി ഇന്ന് അവിടെ എന്താ ഉണ്ടായേക്കണേന്ന് അറിയണമെങ്കിൽ അതുമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഇവിടെ വരും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. അല്ല ചേട്ടാ, നന്നായിരുന്നു. Thank you. എനിക്ക് തോന്നിയ ഒരു കാര്യം, മുന്നത്തെ സീസണില് അന്ന് നമുക്കൊരു കോട്ട് ഉണ്ടായിരുന്നു, ഒരു മൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. സത്യമല്ലേ? പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞ ഇഷ്ടമായി. എനിക്കും കടിച്ചു മുറിക്കുന്ന പലഹാരങ്ങൾ കഴിക്കാനാണ് എനിക്കിഷ്ടം, കഴിക്കാനാണ് ഇഷ്ടം. ഓക്കെ, പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. ചേട്ടൻ പറയട്ടെ. ചില ആളുകൾക്ക് ചിലയിടത്തായിരിക്കുവാൻ വലിയ ഇഷ്ടമാണല്ലോ. ചില ആളുകൾക്ക് ചില സ്ഥലങ്ങൾ വളരെ സന്തോഷം കൊടുക്കുന്നതും വളരെ അവിടെ ചെന്നിരിക്കാൻ എപ്പോഴും ഇഷ്ടമുള്ളതുമായിട്ടൊക്കെ ഉള്ള ചില സ്ഥലങ്ങളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അനിൽ പാപ്പച്ചൻ ഇവിടുന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോകേണ്ടി വന്ന ഒരാളായിരിക്കുകയും രണ്ടാമത് ഇവിടെ വരികയും ചെയ്തിട്ട് ടോട്ടൽ അവതരിപ്പിക്കുന്ന ഒരു വലിയ എക്സൈറ്റ്മെന്റോട് കൂടിയാണ്. പുള്ളി വേറെ ഏതോ ഒരു കണ്ണു വെച്ച് അദ്ദേഹത്തെ തന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ ഫ്ലോറിൽ നിന്ന് പരിപാടി അവതരിപ്പിക്കുന്ന ആളെ കണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, കയ്യൊക്കെ നിവർത്തി എടുത്തു വച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ രസമായിട്ട് പറയുന്നു. നല്ല രസമുള്ള തമാശകളായിരുന്നു, നല്ല കഥകളായിരുന്നു. അതിനെല്ലാം ഒരു ജെന്യൂനിറ്റി ഉണ്ടായിരുന്നു. വളരെ സിൻസിയറായിട്ട് നിങ്ങൾ പറഞ്ഞു. നല്ല മോഡുലേഷൻ ആയിരുന്നു. ഇടിയപ്പത്തിന്റെ സ്ക്രൂ, ഇടിയപ്പമല്ലോ ചക്കയുടെ സ്ക്രൂ പോയതും ആ കഥ വളഞ്ഞു തിരിഞ്ഞ അമ്മായിയമ്മ മരുമോള് കഥയായതും പിന്നെ ആദ്യത്തെ വഴി ഭാര്യമാരെ സൂചിപ്പിക്കാനുള്ള വഴി പറഞ്ഞു തന്നത് വളരെ വളരെ നന്നായി കേട്ടോ. ഞാനവിടുത്തെ വല്ല സ്വർണം മേടിച്ചു കൊടുത്തു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഭാര്യയ്ക്ക് അത്യാവശ്യം ഒരു 1.5 ലക്ഷം രൂപ വിലയുള്ളൊരു ഡയമണ്ട് നെക്ലേസ് മേടിച്ചു കൊടുത്തു. എന്നിട്ട് 6 മാസം ഈ ഭാര്യ അവനോട് മിണ്ടിയില്ല. അതായിരുന്നു കോൺട്രാക്ട്. ഇത് വേണേ മേടിച്ചു തരാം, ഒരു 6 മാസം എനിക്ക് സമാനം തരണം എന്ന് പറഞ്ഞ അങ്ങനെയായിരുന്നു. ഹലോ ചേട്ടാ, നേരത്തെ ഇപ്പൊ ശരത് ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പറയുന്നതിൽ. അപ്പം നമുക്കും അതേ ഒരു സംഭവം ഫീൽ ചെയ്യും. അപ്പം ഒത്തിരി നന്നായിട്ടുണ്ട്. എല്ലാ കഥകളും പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞ ഒരു ടോൺ, പണ്ടത്തെ ഒരു സിനിമയിൽ നവാസൊക്കെ ഒരു ബന്ധമില്ലാത്ത ചില കഥകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഒരു കോമഡി സീൻ, 2 ബസ് വന്ന് ആ ഒരു ശൈലി, പറഞ്ഞതെല്ലാം ബന്ധമുള്ളതായിരുന്നു, പക്ഷെ ആ ഒരു ശൈലി എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. എൻജോയ് ചെയ്തു. പറയാതെ പറഞ്ഞു ബന്ധമില്ലാന്ന് പറയാതെ പറഞ്ഞതാ കേട്ടോ. അല്ലല്ല, അത് ബന്ധമില്ലാത്തത്, ഇത് ബന്ധമുള്ള അതേ ശൈലി, നല്ല രസം. നിങ്ങൾ അത് ഈ വക ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഇടപെടണ്ട കേട്ടോ. അല്ല, എനിക്ക് ഇവരെ കൂടെ പോകണം, അതുകൊണ്ടാണ്. എനിക്കിത് പെട്ടെന്ന് തീർത്തിട്ട് വേണം പോകാൻ. ഇവര് എഴുന്നേറ്റ് പോവാണെങ്കിൽ എനിക്ക് അത്ര സൗകര്യമാണല്ലോ, വേണം തീർക്കുമല്ലോ. പേരെന്താന്ന് പറയാ? അനിൽ പാപ്പ. അനിൽ പാപ്പ. പാപ്പൻ തന്നെയാ പാപ്പ. അത് ഈ ഫോൺ നമ്പർ എന്നോട്ടോ എനിക്ക്. സാറേ, എനിക്ക് ഈ അനൗൺസ്മെന്റിന് ആളെ വേണേ. നല്ല അനൗൺസ്മെന്റാ. അല്ല, അനിൽ പാപ്പ ഷോസ് ചെയ്യാറുണ്ട്, സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്. സ്റ്റേജ് ഷോ അപ്പൊ നല്ല നല്ല പ്രസന്റേഷനാ, അടിപൊളി. ഈ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോ നമ്മൾ കൈയടിക്കാൻ തോന്നൂലേ, അതുപോലെ തോന്നി എനിക്ക് ഈ പരിപാടി കണ്ടപ്പോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞില്ലേ, ഈ ചെലവ് ചെയ്യണം, ഭാര്യയ്ക്ക് ചെലവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ എൻ്റെ 2 കൂട്ടുകാരന്മാര് ടൂർ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, അങ്ങോട്ട് പോകുന്ന ചിലവ് ഞാനെടുത്തോളാം, ഇങ്ങോട്ട് വന്ന ചിലവൊക്കെ നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ ആലോചിച്ച് നോക്കിയിട്ട് ശരി സമ്മതിച്ചു. അപ്പോൾ ഈക്വലായിരിക്കുമല്ലോ, അങ്ങോട്ട് പോകുന്ന ചിലവ് ഇങ്ങോട്ട് വരുന്ന ചിലവ്. അപ്പോൾ സിനിമാ തിയേറ്ററിൽ കയറില്ല, ബസ്സിൽ കയറുന്ന പൈസ നീ കൊടുത്തോളണം, ബാക്കി അങ്ങോട്ട് പോകുന്ന ചിലവെല്ലാം ഞാൻ. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞിട്ട് എന്താ കുഴപ്പമെന്ന് അറിയാമോ? ഈ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാശ് കൊടുക്കണ്ടല്ലോ,
ഇങ്ങോട്ട് വരുമ്പോഴല്ലേ കാശ് കൊടുക്കേണ്ടത്, മനസ്സിലായോ? എന്ത് പരിപാടി കിട്ടായാലും അങ്ങോട്ട് പോകുമ്പോഴല്ലേ പൈസ, ഇങ്ങോട്ട് വരുമ്പോൾ ടാക്സിക്കാരന് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ പൈസ കൊടുക്കേണ്ടത്, അങ്ങോട്ട് പോകുമ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ. ഇല്ല. അങ്ങനെ മറ്റവന്റെ പൈസ പോയി, അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോ എങ്ങനെയുണ്ട് സ്റ്റേജ് പരിപാടികളൊക്കെ ഇപ്പൊ തിരക്കാണോ? കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഈ അതിഥി രവി ഒരു പരസ്യത്തിൽ അഭിനയിച്ചത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. അതിഥി രവിക്ക് പൊതുവേ നമ്മുടെ എറണാകുളത്ത് മാത്രം, വേറെ ജില്ലകളിലില്ല. ഏത് വെയിറ്റേറിന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട. ആണോ? കഴിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട. അതെങ്ങനെയത്? ഊണിന് മുമ്പ് കൂപ്പൺ എടുക്കും. കലിപ്പന്റെയും കാന്താരയുടെയും പെർഫോമൻസ് കട്ടയ്ക്കായിരുന്നു. ഒന്നിനൊന്നും നല്ല എനർജിക് ആയ പെർഫോമൻസ് ആയിരുന്നു. എത്ര മാർക്സ് ലഭിക്കുന്നു? ഇതിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് നോക്കാം. രമേശ് ഏട്ടാ, മാർക്സ് പ്ലീസ്. ഡയാന പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് രണ്ട് മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പിന്നെ തമാശയൊക്കെ മൊത്തത്തിൽ കൂട്ടിക്കിഴിച്ചാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. അനിൽ പാപ്പ 46, 46 out of 50. അനിൽ ചേട്ടന് 47. അപ്പൊ ടോട്ടൽ 93 out of 100. വെരി ഗുഡ്. 50-ൽ 48, 48 out of 50. ടൈറ്റിൽ പോലെ തന്നെയാ, കാന്താരി തന്നെയാ ചേച്ചി. അപ്പോ ചേച്ചിക്ക് 48. അപ്പൊ ടോട്ടൽ 96 out of 100. സൂപ്പർ. ഹയസ്റ്റ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് ജയശ്രീ ചേച്ചിക്കാണ്. സോ ഷീ ഈസ് ദി ടോപ്പ് സ്കോറർ. കൺഗ്രാറ്റുലേഷൻസ്. ഇല്ല, സമ്മാനം കൊടുക്കണം സാർ, സമ്മാനം കൊടുക്കണം. അതൊക്കെ നിങ്ങൾ കൊടുക്കുന്നേ, ഞങ്ങള് അപ്പടി സമ്മാനം കൊടുത്തിട്ട് അത് ഇത്ര ആയല്ലേ, വേവോളം ഇരുന്നില്ലേ? ഒന്നിരിക്കും, 2 മിനിറ്റ് കൂടി ഇരിക്കേ. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നമുക്ക് ഇവർക്കും വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.